മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്നുണ്ട്. അവിടങ്ങളിൽ കൃത്യമായ ഡെവലപ്മെന്റൽ അജൻഡാസ് അത് വെച്ചുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് ആ സംസ്ഥാനങ്ങളെ മികച്ച സംസ്ഥാനങ്ങളാക്കി മാറ്റാനുള്ള അവസരം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല? അവരുടെ തോൽവിയെ എന്തിന് അത് BJPയുടെ തലയിലേക്ക് ഇടുന്നു? പ്രധാനമന്ത്രി തുമ്മിയത് കൊണ്ടാണ് ഇവിടെ റോഡ് പണിയാത്തത്, ഇവിടെ സ്കൂള് പണിയാത്തത്, ഇവിടെ വെള്ളം എത്തിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മുടന്തൻ ന്യായം അധികം കാലം ഓടില്ല എന്നതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. എടോ മരമണ്ട തിരുമണ്ട, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കക്കൂസില്ലാത്ത ഗ്രാമങ്ങളുണ്ട്. കേരളത്തിൽ ഒരു വീടെങ്കിലും നിനക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? കാട്ടിലും മേട്ടിലും റോട്ടിലും ട്രെയിൻ പാളത്തിലും പോയിരുന്ന് സാധിക്കുന്ന മനുഷ്യരെ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെങ്കിലും ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ട അവസ്ഥ നിനക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? 10 വയസ്സിന് താഴെയുള്ള ആയിരക്കണക്കിന് കുട്ടികൾ ചുമട്ടു തൊഴിലാളിയായിട്ടും വർക്ക്ഷോപ്പുകളിലും അവിടെ ജോലി ചെയ്യുന്നു. പോവർട്ടി ഇല്ലാത്ത സംസ്ഥാനം കേരളയാണ്. ഹയസ്റ്റ് ലിറ്ററസി ഉള്ള സംസ്ഥാനം കേരളയാണ്. പഠിക്കേണ്ട പ്രായത്തിൽ പിച്ചെടുക്കുന്ന ഒരു മലയാളി കുട്ടിയെങ്കിലും നീ കാണിച്ച. ഇവിടെ പിച്ചെടുക്കുന്നത് പോലും കൂലിപ്പണി പോലും ചെയ്യുന്ന ഭൂരിഭാഗം ജനങ്ങളും നോർത്ത് ഇന്ത്യൻസ് ആണ്. എന്തുകൊണ്ട് മോദി സർക്കാർ ജോലിയും കൂലിയും കൊടുക്കാതെ ഇവരേക്ക് ഇങ്ങോട്ട് ആട്ടിത്തെളിക്കുന്നു? കോർപ്പറേറ്റുകൾക്ക് തിന്നാൻ കൊടുത്തു ഇവന്മാരെ ദാരിദ്ര്യം പിടിച്ച സംസ്ഥാനങ്ങളെ തീറ്റിപ്പോറ്റി നമുക്കിനി നികുതി റിട്ടേൺസ് പോലും തിരിച്ചു കിട്ടൂല. കോൺഗ്രസ് ഭരണകാലത്ത് 24% നികുതി റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരുന്ന നമുക്ക് ഇപ്പൊ കിട്ടുന്നത് 1.5% മാത്രമാണ്. ഇതെല്ലാം വംശീയപരമായിട്ടാണ് ഇവന്മാര് ചെയ്യുന്നത്. ഇന്ത്യ മൊത്തം വ്യാപിച്ചു കിടന്ന ദ്രാവിഡരെയാണ് ഇന്ന് സൗത്ത് ഇന്ത്യ വരെ തള്ളി നീക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, കോൺഗ്രസ് പോലെയല്ല BJP. അവര് നമ്മളെ വംശീയപരമായി നശിപ്പിച്ചു കളയും.